ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതേ കാണാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഇങ്ങനെ കേട്ടാൽ മതി. അപ്പം കേൾക്കാനുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എന്നും നമ്മൾ ഡേ മൈ ലൈഫ് അങ്ങനെ ഓരോന്നല്ലേ ചെയ്യണത്. ഇന്നിപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വീഡിയോ ഞാൻ എൻ്റെ പച്ചപ്പും ഹരിതാപവുമായിട്ടുള്ള കുറച്ച് ചെടികളൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്. പക്ഷേ കേൾക്കാൻ നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട്. എനിക്ക് ഒരു അനുഭവ കഥ പറയാനുള്ളതാണ്. അപ്പം നിങ്ങളതിങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഒന്നും ഇങ്ങനെ പ്ലേ ചെയ്ത് ഇങ്ങനെ വിട്ടാൽ മതി. അപ്പോൾ എനിക്കിന്ന് പറയാനുള്ളത് തമ്പനയിലിൽ നിങ്ങളെ കണ്ട പോലെ തന്നെ നമ്മുടെ കുഞ്ഞു സ്വർഗത്തിലുണ്ടായിന് ഒരു അനുഭവം പറയാനാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. പാമ്പുകളുടെ കൂടെ ജീവിക്കേണ്ടി വന്നൊരു അനുഭവം. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുഞ്ഞു വീടൊക്കെ ആകുമ്പോൾ എങ്ങനെയായാലും പാമ്പ് വരും എന്നൊക്കെ അറിയാലോ. പക്ഷെ എനിക്കൊരു 2-3 പ്രാവശ്യം ഭയങ്കരമായിട്ട് എന്നെ ഷോക്കാക്കിയ പാമ്പിൻ്റെ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഫസ്റ്റ് പാമ്പിനെ കാണുന്നത് നമ്മൾ നീയക്കുട്ടിക്ക് 8 മാസമായ സമയത്താണ് കേട്ടോ ഈ ഷെഡ് വീട്ടിലേക്ക് മാറുന്നത്. അപ്പോൾ ആ ഒരു ഉടനെ തന്നെ അന്നൊക്കെ നീയക്കുട്ടി മെല്ലെ ഇങ്ങനെ പിടിച്ച് നടക്കാനൊക്കെ ഇങ്ങനെ തുടങ്ങും. അപ്പോൾ അടുക്കളൻ്റെ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പട്ടിക അടിച്ച് വെക്കുമല്ലോ. അപ്പോൾ അതിമ്മ പിടിച്ചിട്ടാണ് ഓൾ ആദ്യം ഇങ്ങനെ നിന്ന് തുടങ്ങിയത് കേട്ടോ. ആ ഒരു സമയത്ത് ഒരു ദിവസം നല്ല മഴയും. ആ മഴ ആയ സമയത്ത് ഞങ്ങളിങ്ങനെ അപ്പുറത്തെ വീട്ടിൽ പോയി. പിന്നീട് വന്നുങ്ങാണ്ട് വാതിൽ ഞാൻ നിയമോൾ ആ ഒരു ഭാഗത്ത് നിർത്തി, അടുക്കളൻ്റെ ആ വാതിലിൻ്റെ അവിടെ നിർത്തിയോളൂ. അതിങ്ങനെ അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ആ പട്ടികമ്പ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഹാളത്തെ വാതിൽ പോയിട്ടാണ് തുറക്കലും ഒരു കുഞ്ഞു പാമ്പ് ഇങ്ങോട്ട് വന്നുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എന്താ കാട്ടേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് മണ്ടി പോയി കുട്ടിനെ എടുക്കാനും പറ്റുക. ഞങ്ങൾ രണ്ടാളെ ഇടയിൽ പാമ്പും. അതിൽ ഞാൻ എന്തോ നിലത്തിങ്ങനെ വെള്ളമായത് തുടച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഷ്ണമാണ് എൻ്റെ കയ്യിലുണ്ടായത് കേട്ടോ. ആ കഷ്ണം ഞാൻ എന്ത് ചെയ്തു, പാമ്പിൻ്റെ മേലൊക്കെ ഒരൊറ്റ കയറി. ഈ പാമ്പ് അവിടെ പോകാൻ കഴിയാതെ ലോക്കായി നിൽക്കും. അപ്പോൾ എനിക്ക് കുട്ടിനെ പോയി എടുക്കാന്നൊക്കെ ഉള്ളതിലാണ് കേട്ടോ ഞാൻ അങ്ങനെ എറിഞ്ഞത്. അല്ലാതെ എനിക്കൊന്നും കാട്ടാൻ പറ്റണില്ല. പാമ്പ് അത്രയും സ്പീഡിലും അല്ലേ പോണത്. പക്ഷേ ആ കഷ്ണം പാമ്പിൻ്റെ മേത്ത് തട്ടിയെങ്കിലും പാമ്പ് കുട്ടി നിൽക്കുന്ന ഭാഗത്തല്ലാത്ത മറ്റേ ഭാഗത്ത് കൂടെ അങ്ങോട്ട് ഇറങ്ങി എഴഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ആ ഒരു സമയം ഞാൻ കഴിച്ചില്ലായിട്ടോ. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ പാമ്പുകൾ. കാരണം തറയൊന്നും ഇല്ലല്ലോ. അപ്പം ഇനിയിപ്പോൾ എങ്ങനെ നമ്മൾ അടച്ചുറപ്പുണ്ടായാലും ഒരിത്തിരി വിടവ് മതി ഒരു ചെറിയ പാമ്പിനൊക്കെ കയറി പോരാൻ വേണ്ടിയിട്ട്. പിന്നീട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഷോക്കായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ പാമ്പിനെ കണ്ടത്. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മുടെ സെനുമോനെ പ്രഗ്നൻ്റായി ഡെലിവറിൻ്റെ 2 ദിവസം മുന്നെയാണ് കേട്ടോ ശരിക്കും ആ ഒരു സംഭവം നടക്കുന്നത്. അന്നും ഇതേപോലെ മഴയും തണുപ്പൊക്കെ ഉള്ള കാലത്താണ് കേട്ടോ അധികം ഇങ്ങനെ പാമ്പുകൾ അകത്ത് കയറി വരിക. വേനൽക്ക് വല്ലാതെ അങ്ങോട്ട് വരില്ല, കാരണം ഷെഡ് നല്ല ചൂടല്ലേ കാരണം. അപ്പോൾ പിന്നെ പാമ്പുകളെ പേടിക്കാതെ അങ്ങോട്ട് ജീവിക്കാൻ പറ്റുന്നൊരു കാലം അതാണ് കേട്ടോ. മഴയാകുമ്പോൾ നമുക്ക് കാറ്റും മഴയും ഒക്കെ പേടിക്കണം, അതേപോലെ തന്നെ പാമ്പിനെയും പേടിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ നമ്മളെ ഹാളിൽ ഒരു ബെഞ്ചല്ല, നമ്മളെ മേശയല്ലേ, നമ്മളിപ്പോൾ അടുക്കളയിലിടുന്ന ആ ഒരു മേശ ഇട്ട് ഒരു സ്ഥലം നിങ്ങൾക്ക് അറിയില്ല, ഫ്രിഡ്ജ് വെച്ചതിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിരുന്ന് കുട്ടികളെ 2 ഇങ്ങനെ പഠിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തോ ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടു, ഒരു ഇലൻ്റെ മുകൾ കരിയിലകൾ ഇറങ്ങുമ്പോഴത്തെ ഒരു സൗണ്ട്. അപ്പോൾ ഈ ഒരു ഷീറ്റുമ്മ കിടന്ന് പാമ്പ് ഇങ്ങനെ ഇതാവുകയാണ് കേട്ടോ. അടുക്കള ഭാഗത്തുനിന്ന് ഇങ്ങനെ ഹാളിലേക്ക് കയറി വരികയാണ് പാമ്പ്. അതിൽ കുട്ടികൾ 2 ഒച്ച ഉണ്ടാക്കിയോടുകൂടി പാമ്പ് എന്ത് ചെയ്തു, കട്ടിലിൻ്റെ ചോട്ടക്ക് അങ്ങോട്ട് പോയി കേട്ടോ. കട്ടിലിൻ്റെ ചോട്ടക്കാണ് പോയി. കുട്ടികൾ 2 ഈ മേശമ്മ കയറി നിന്നു. അപ്പോൾ ഈ മേശ അറിയുന്നത് വലിയ ബലമില്ലാത്ത മേശയല്ലേ. അപ്പം അന്നാണെങ്കിൽ ആ രാത്രി നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ. രാത്രിക്കാണ് ഈ സംഭവം. കുഞ്ഞുട്ടിയാണെങ്കിൽ അപ്പം ഇങ്ങോട്ട് അങ്ങാടികൾ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ, സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആളെന്ത് ചെയ്തിരിക്കണത്, ഫോൺ ഇടുക്കിയിലാണ് വെച്ചിരിക്കണത്. ഫോൺ സൈലൻറ്റും ആണ് തോന്നുന്നുണ്ട്. കോൾ ചെയ്തത് ആളറിഞ്ഞു. ഞാനാണെങ്കിൽ എന്താ കാട്ടേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സമയം. ഞാനാണെങ്കിൽ നിലത്ത് കസാര ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം കട്ടിലിൻ്റെ ചോട്ടിലാണ് പാമ്പ്. അപ്പോൾ കട്ടിലിൻ്റെ ചോട്ടിൽ പോണത് കണ്ടു, പക്ഷെ പിന്നെ കണ്ടില്ല. അപ്പോൾ വിചാരിച്ചെന്നാൽ പാമ്പ് പോയിട്ടുണ്ടാവുമെന്ന്. അതിൽ അജു എന്ത് ചെയ്തു, മേശം ഇരുന്നിട്ട് ഇങ്ങനെ കട്ടിലിൻ്റെ ചോട്ടിക്ക് പാളി വെക്കുമ്പോൾ അത് പോയിട്ടില്ല കേട്ടോ, അതിൻ്റെ ചോട്ടിലുണ്ട്, ഇങ്ങോട്ട് കയറി അറിയുന്നുണ്ട്. അപ്പോൾ ഈ മേശമ്മക്ക് എനിക്കാണെങ്കിൽ കുട്ടികൾ എന്നെ ആ മേശമ്മലാണ് കയറി നിൽക്കുന്നത്. ഞാൻ ഈ വയറും വലിച്ച് അതിൻ്റെ മുകളിൽ കയറി നിന്ന് അയിമ്പന്ന് വീണ് വല്ല കഷ്ടകാലം ഉണ്ടായാൽ ആകെ ഇടങ്ങേറാവൂലേ. അത് പേടിച്ചിട്ട് എനിക്കാണെങ്കിൽ നമുക്ക് കയറാനും പറ്റണില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു,
ആ ഇരിക്കണ കസാലയിൽ ഇരുന്നിട്ട് വേറൊരു കസാര എടുത്തിട്ടുണ്ട്. ആ കസാരമ്മയ്ക്ക് 2 കാലോടെ കയറ്റിച്ച് അവിടെ ഇരുന്നിട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ പാമ്പ് എൻ്റെ കസാലൻ്റെ അടിയിൽ കൂടെ എഴഞ്ഞെങ്ങനെ പോയി. ചെറിയൊരു പാമ്പ് പറഞ്ഞാൽ ഒരു അത്യാവശ്യം നീളമൊക്കെ ഉണ്ട്, ഭയങ്കര വണ്ണമൊന്നും ഇല്ലാത്ത ടൈപ്പ് പാമ്പാണ് കേട്ടോ. പാമ്പിൻ്റെ വലിപ്പമോ ചെറുപ്പമോ ഇല്ല, ഏത് പാമ്പിനെ കണ്ടാലും എനിക്ക് പേടിയാണ് കേട്ടോ. എനിക്കും മക്കൾക്കൊക്കെ പേടിയാണ്. ഒരു കറുപ്പ് കളറിൽ പിന്നെ അതിൻ്റെ മേത്ത് ഇങ്ങനെ പുള്ളിക്കുത്തുകളൊക്കെ ഉള്ള ഒരു പാമ്പാണ് കേട്ടോ. അതിൻ്റെ പേരിപ്പോൾ എന്താണ്, അന്നിപ്പോൾ ആരോ പറഞ്ഞൊക്കെ തന്നതിന് പേര്. കുട്ടികളും ഞാനൊക്കെ ഭയങ്കര ഒച്ചമുളിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. പക്ഷെ നല്ല മഴയാണ് പുറത്ത്, അതുകൊണ്ട് അയൽവാസികളാരും കേൾക്കണില്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പാമ്പ് വരുന്ന സമയത്ത് എനിക്കെന്നെ കൺട്രോൾ ചെയ്താൽ കിട്ടൂല കേട്ടോ. ഭയങ്കരമായിട്ട് കൂക്കും ഞാനും കുട്ടികളൊക്കെ കൂക്കി പല പ്രാവശ്യം അയൽവാസികളൊക്കെ ഓടി വന്ന് നിൽക്കണം കേട്ടോ. പക്ഷേ ഈ ഒരു സമയത്ത് ആരും കേൾക്കണമെന്നില്ല. കുഞ്ഞുട്ടിക്കാണെങ്കിൽ ഞാൻ ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുഞ്ഞുട്ടിയാണെങ്കിൽ ഫോൺ എടുക്കണില്ല. അപ്പത്തേക്കൊരു മാനസികാവസ്ഥ എന്താ പറഞ്ഞാൽ സങ്കടവും ദേഷ്യവും, ഫോൺ അടിച്ചിട്ട് എടുക്കണില്ല അതിൻ്റെ ദേഷ്യവും, പാമ്പിനെ കണ്ട ഇടങ്ങേറ്. ഏറ്റവും കൂടുതലൊരു സങ്കടം എന്താ വെച്ചാൽ ഡെലിവറി സമയം ആവാനായിക്കാണ്. ഇപ്പം ഞാൻ ആലോചിച്ചിന് പഠിച്ചോനെ നാളെ മറ്റന്നാൾ എൻ്റെ കുട്ടി വന്നാൽ ഞാൻ അതിന് ഇതേപോലെ നിലത്തല്ലേ കടത്തുക, ആ ഒരു സമയത്ത് പാമ്പ് വന്ന് എന്താ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ഞാൻ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ചിന് കേട്ടോ. ഭയങ്കര ടെൻഷനും വിഷമവും. പാമ്പ് പോയി എനിക്കുണ്ടല്ലോ, പാമ്പിനെ കണ്ടാൽ പിന്നെ ഒരു വള്ളി ചെറിയ എന്തെങ്കിലും ഒരു വള്ളി കണ്ടാൽ അതും പാമ്പ് ഇതും പാമ്പ് എല്ലാം ഒരു പാമ്പായിട്ട് ഇങ്ങനെ തോന്നും കേട്ടോ. നമ്മൾ ആ ഒരു ഇതിങ്ങനെ ഒരു പേടി ഇങ്ങനെ മനസ്സിൽ വരും. അന്ന് ഞാൻ നല്ല പോലെ പേടിച്ച് ഭയങ്കര സങ്കടപ്പെട്ട്. അന്ന് കുഞ്ഞുട്ടി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തിനാണ് ഫോൺ അടിച്ചെടുത്തൂടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുഞ്ഞുട്ടിനോടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എന്താ പറയുക സങ്കടമൊക്കെ പറഞ്ഞ് കരഞ്ഞ് അങ്ങനൊരു മറക്കാൻ പറ്റാത്തൊരു സംഭവം കേട്ടോ ആ ഒരു ദിവസം എന്ന് പറയണത്. പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു പേടി എനിക്ക് കുറേ കാലം ഇങ്ങനെ മനസ്സിൽ തന്നെ ഉണ്ടായിന് കേട്ടോ. കാരണം ആ ഒരു സമയത്ത് ആയതുകൊണ്ടിരിക്കും അന്ന് ഞാനിങ്ങനെ കുറേ രാത്രിക്കൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിന്, പഠിച്ചോനെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കണേ. അപ്പം എനിക്ക് എന്നെക്കാൾ കൂടുതൽ റബ്ബേ കഴിഞ്ഞ് നാളെ ഈ ഒരു കുട്ടി വന്നാൽ ആ കുട്ടി അതിൻ്റെ ഉള്ളിലാണല്ലോ ജീവിക്കേണ്ടതെന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് ഏറെ ഇടങ്ങേറി. എനിക്ക് ഇങ്ങനെ ഇടങ്ങേറായി നിൽക്കുന്ന സമയത്ത് എന്തിനാ ഒരു കുട്ടീനെ തന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല ശരിക്കും. പക്ഷെ അപ്പത്തെ ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെപ്പാടെ മിക്സ് ചെയ്ത ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ പഠിച്ചവനോട് പറഞ്ഞു പോയിട്ടോ. പക്ഷേ പിന്നെ അതേപോലെ തന്നെ ആ ഒരു സമയത്തൊക്കെ എനിക്ക് കമൻ്റ് തന്നെ ഓരോരുത്തർ ഇടലുണ്ടായിനി കേട്ടോ. ഈ മക്കളെയും കൊണ്ട് ആ ഷെഡിൽ ജീവിക്കണ അവസ്ഥ എനിക്കറിയില്ല, പിന്നെ എന്തിനാണ് ജയിക്കൊരു കുഞ്ഞു ജീവനെയും കൂടി വലിച്ചയക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, പഠിച്ചോൻ്റെ ഒരു തീരുമാനം ഇക്കാരം ഒരു 1.5 വയസ്സ് വരെ ആ കുട്ടി ആ വീട്ടിൽ താമസിക്കണം എന്നുള്ളത്. പക്ഷേ എനിക്കത് മാറ്റിയാൽ പറ്റൂലല്ലോ. പിന്നെ ഇപ്പോൾ എന്താ പറയുക അങ്ങനെ കൊണ്ടുപോയിട്ട് അബോർഷൻ ചെയ്യണം എന്നുള്ള അങ്ങനെ ഒരു കടുങ്കൈയൊന്നും ചെയ്യാൻ എനിക്കന്ന് തോന്നിയതും ഇല്ല കേട്ടോ. പഠിച്ചോന് തരാൻ കരുതിക്കണമെങ്കിൽ ഉണ്ടാവട്ടെ, ഇല്ലെങ്കിൽ അബോർഷനായി പോയിക്കോട്ടെ എന്നുള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ അന്നത്തെ മൈൻഡ്. ഞാൻ റെസ്റ്റ് എടുക്കാനൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ റെസ്റ്റ് ഒന്നും ഞാൻ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പഠിച്ചോന് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അത് അബോർഷനായി പോകും എന്നുള്ള ആ ഒരു മൈൻഡ് തന്നെയാണ് കേട്ടോ എനിക്ക് അന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ 1, 2 പ്രാവശ്യമൊന്നും അല്ല കേട്ടോ പാമ്പിനെ കണ്ടത്, ഒരുപാട് പ്രാവശ്യം കണ്ടിക്കണ്. പക്ഷേ 2-3 പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ട് മനസ്സിൽ തട്ടിയ ആ ഒരു മനസ്സൊന്നും പോവാത്ത ആ ഒരു രീതിയിലൊക്കെ കണ്ടത് ഈ ഒരു 2-3 പ്രാവശ്യം. ഒരു പ്രാവശ്യം കൂടി കണ്ടിക്കണം കേട്ടോ നമ്മൾ എന്താ പറയുക ഹൗസ് വാമിങ്ങിൻ്റെ 2 മാസം മുന്നേ. അപ്പോൾ അത് ഞാൻ പറയാം, അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അപ്പോൾ പാമ്പ് വരാതെക്കാനുള്ള സംരക്ഷണമൊക്കെ നമ്മൾ ചെയ്യലുണ്ട്. കാരണം ഷെഡിൻ്റെ ചുറ്റിനും അങ്ങനെ വല കെട്ടുക, അതേപോലെ തന്നെ പിന്നെന്താ മണ്ണെണ്ണ തളിച്ചാൽ വരില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ വെളുത്തുള്ളിയും കായം സ്പ്രേ ചെയ്ത് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പേടിപ്പിക്കാൻ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വരികയും ചെയ്യും കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ പാമ്പിനെ പേടിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കലെന്നതാണ് ഒരു അടച്ചുറപ്പുള്ളൊരു വീട് വേണം, അതേപോലെ തന്നെ പാമ്പുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമെന്നാണ് ഞാൻ പഠിച്ചവനോട് ചോദിക്കൽ ഉള്ളൊരു കാര്യം കേട്ടോ. ഞാൻ തന്നെ പലപ്പോഴും പല സമയത്തും നമ്മൾ ഇങ്ങനെ ചവിട്ടാനെത്തിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് എന്തോ ഒരു ഭാഗ്യത്തിന് ചവിട്ടാതെ പോണ നിമിഷങ്ങൾ അങ്ങനെ
കുറേ പ്രാവശ്യം പറ്റിക്കണം കേട്ടോ, ഒരു 3-4 പ്രാവശ്യമൊക്കെ എനിക്ക് അങ്ങനെ പറ്റിക്കണം. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഉമ്മ വിളിക്കുമ്പോൾ പറയും എന്നാണാവോ പാമ്പിൻ്റെ കടി കൊണ്ട് ചാവൽ എന്നൊക്കെ പറയും. ഞാൻ അത്രയും പ്രാവശ്യം ഞാനിങ്ങനെ പാമ്പിനെ ഇങ്ങനെ എന്താ പറയുക, പാമ്പിൽ നിന്നിങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന മാതിരിയൊക്കെ തോന്നലുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പാമ്പിനെ കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിക്കണോണ്ട് എൻ്റെ മിക്കവാറും സ്വപ്നങ്ങൾ അതന്നെ കേട്ടോ, പാമ്പിൽ നിന്ന് രക്ഷപ്പെടുക, ഓടുക, അങ്ങനെയൊക്കെ ഉള്ള സ്വപ്നങ്ങളായിരുന്നു ഞാൻ ആ ഒരു നമ്മുടെ കുഞ്ഞു സ്വർഗത്തിൽ നിന്നും അധികം കാണൽ കേട്ടോ. അപ്പോൾ മിക്കവാറും ദിവസം സ്വപ്നം കാണാം അത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുതിയ വീട് കയറ്റി അതിലിങ്ങനെ നല്ല രീതിയിൽ താമസിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള സുന്ദരമായ സ്വപ്നങ്ങൾ, ഈ 2 സ്വപ്നമാണല്ലോ നമ്മുടെ മനസ്സിലിങ്ങനെ കടന്ന് ഇതാവണത്. അപ്പം എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉള്ളത്. അപ്പോൾ ആ ഒരു തന്നെയാണ് കേട്ടോ ഞാൻ സ്വപ്നം കാണൽ. പിന്നെ ലാസ്റ്റ് പാമ്പിനെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ 1-2 മാസം മുന്നേ കേട്ടോ. അന്നൊക്കെ ഞാൻ ചെയ്യണ കാര്യം എന്താ വെച്ചാൽ ഞാൻ മിക്കവാറും ദിവസം 4 മണിക്ക് എണീക്കും. കാരണം എനിക്ക് എഡിറ്റിങ്ങൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ കൈ കിട്ടും. പക്ഷേ വോയിസ് ഓവർ എടുക്കാൻ എനിക്കൊരു സമയം ശരിയായി കിട്ടലില്ല. കാരണം ഒച്ചപ്പാടും ബഹളം, മക്കളെ ഒച്ചപ്പാടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഷെഡിൽ നിന്ന് എനിക്ക് കൊടുക്കാൻ കഴിയലില്ല കേട്ടോ. പിന്നെ മിക്കവാറും ദിവസം കഴിയൂല. കാരണം മക്കൾ 3 ആളെയും ഇല്ലാത്ത സമയത്ത് കൊടുക്കൽ അപൂർവമാണ്. കാരണം ജനുമോൻ ഉറങ്ങണം, അല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ പോയ സമയത്ത് അങ്ങനെയൊക്കെയുള്ളൂ ഞാൻ കൊടുക്കൽ കേട്ടോ. പിന്നെ എല്ലാ ദിവസവും അത് പറ്റൂല. ചില ദിവസം പണിക്കാരുണ്ടാവും, ഓല് ചിലപ്പോൾ രാവിലെ വന്ന് വൈകിട്ട് 7 മണി 8 മണി വരെ പണിയെടുത്ത് പോകണമല്ലുണ്ടാവും. പക്ഷെ ആ ഒരു സമയത്തൊന്നും നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനൊന്നുമില്ല പറ്റൂലല്ലോ. ഞാനിങ്ങനെ അവിടുന്ന് ഒച്ചയിൽ പറയുമ്പോൾ ഓല് കേൾക്കൂലേ, അങ്ങനെയൊക്കെയുള്ളൊരു ഉള്ളതുകൊണ്ട് ഞാൻ കൊടുക്കലില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ബാത്റൂമിലൊക്കെ പോയിട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അസ്സലാമു അലൈക്കും എന്നുള്ളത് ഞാൻ പുറത്തുനിന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറും, എന്നിട്ട് അവിടെ നിന്ന് കൊടുക്കും. ചിലർക്കൊക്കെ അതൊരു ഒരു വൈക്ലഭ്യമൊക്കെ തോന്നും കേട്ടോ. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിർവാഹമില്ലായ്മ ആണ് കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നത്. കാരണം എനിക്ക് വീഡിയോ എത്തലിൻ്റെയും കൂടി ആവശ്യമാണ്, നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ വീഡിയോ എത്തലിൻ്റെയും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ വീട് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോഴൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വോയിസ് ഓവർ കൊടുക്കും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വോയിസ് കൊടുക്കുമ്പോൾ നല്ല എക്കോ മാതിരി ഇങ്ങനെ കിട്ടുമ്പോൾ ചിലരൊക്കെ പുതിയ വീട്ടിൽ നിന്നാണോ വോയിസ് കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ കമൻസിലൂടെ ഞാൻ കാണലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഓപ്ഷനുകളൊക്കെ പലപ്പോഴേ എനിക്ക് കിട്ടുള്ളൂ കേട്ടോ. കാരണം ഈ ഇതിൻ്റെ ഉള്ളിലാകുമ്പോഴും ജനലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ അവിടുന്ന് ഒച്ചമുളിയിടുന്നത് നല്ലോണം കേൾക്കും. അപ്പോൾ പിന്നെ ഓരോന്നും ഇല്ലാത്ത സമയത്തേ അങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പം മിക്കവാറും ഞാൻ ചെയ്യൽ രാവിലെ 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീച്ചിട്ട് ഒരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് ആണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുക. അപ്പോൾ ആ ഒരു ചായ ഉണ്ടാക്കി കുടിക്കുമ്പോൾ ആ ഒച്ച ഒന്നും ഇങ്ങോട്ട് ക്ലിയർ ആവും. എന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കലാണ് കേട്ടോ മിക്കവാറും ദിവസം ചെയ്യുക. അപ്പം അങ്ങനെ ഞാൻ രാവിലെ എണീച്ച് ഒന്ന് പല്ലൊക്കെ തേച്ച് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച്, അപ്പോൾ എനിക്ക് മാത്രം അപ്പം കുടിക്കാൻ മാത്രമുള്ളൊരു കുറച്ച് മാത്രമേ അപ്പോൾ വെക്കുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ തന്നെ ഇരിക്കണം. ആ ഗ്യാസിൽ നിന്ന് വെള്ളം വെച്ച് ആ ഗ്യാസിൻ്റെ ഇപ്പുറത്തില്ല ആ ഒരു ഗ്യാസ് വെക്കണ മേശ ഉണ്ടല്ലോ, ആ മേശമ്മ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആ മേശമ്മ ഇരുന്നുങ്ങാണ്ട് ഞാനിങ്ങനെ ബാക്കി കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്, എന്നിട്ട് വേണം വോയിസ് ഓവർ കൊടുക്കാൻ. അപ്പോൾ ആ ചായൻ്റെ വെള്ളം തിളക്കണ സമയം കൊണ്ട് അതൊന്ന് തീർക്കട്ടെ വിചാരിച്ചിട്ട് അവിടെ തൊട്ടടുത്തിരുന്നുങ്ങാണ്ട് ഞാനത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ ഞാനിങ്ങനെ വീഡിയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. തൊട്ട് മുകളിൽ നമ്മൾ പൊടികളൊക്കെ വെക്കാനുള്ളൊരു തട്ടുണ്ട്. ആ തട്ടുമ്പോൾ മൂലക്കുള്ള ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളൊന്ന് കൊക്കിക്ക് ചാടി നോക്കാമെന്ന് വിചാരിച്ച് ചാടുകയാണെങ്കിൽ എൻ്റെ മേത്തക്കാവും. പക്ഷേ ആളതിനൊന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആളവിടെ ഒരു മൂലൊക്കെ പതുങ്ങി അവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ ചായ ഒന്ന് തളിച്ചപ്പോൾ ചായപ്പൊടി എടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തപ്പോൾ എന്തോ ഒന്ന് ഉള്ളിലേക്ക് വലിഞ്ഞ്. അപ്പം പല്ലിയല്ലാന്ന് എനിക്ക് തോന്നി. കാരണം ഒരു കറുപ്പും വെള്ളയാണ് കണ്ടത് ഞാൻ. അപ്പം പല്ലിയല്ലാന്ന് എനിക്ക് തോന്നി. ഞാനൊന്നും കൂടി ഒന്ന് ടോർച്ചടിച്ച് നോക്കുമ്പോൾ സംഗതി നമ്മളെ പേടിപ്പെടുത്തുന്ന ആൾ തന്നെയാണ് കേട്ടോ. അതിൽ പിന്നെ ഞാൻ ചായയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. വേഗം ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്ത് മണ്ടി പോയിട്ട് കുഞ്ഞുട്ടിനെ വിളിച്ചുകൊടുത്തിട്ടോ. ആ ഒരു 4 മണി ആ സമയത്തൊക്കെ നീച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ഞാൻ എന്നാലും വിളിച്ചുകൊടുത്തി പാമ്പുണ്ട് ഇവിടെ ഒന്ന് നീച്ച് വരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറച്ച് മനസ്സിൽ ഓർത്ത് വെക്കണ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കണം കേട്ടോ 2-3 പ്രാവശ്യം ആയിട്ട്. പിന്നെ നമ്മളെ കുഞ്ഞു സ്വർഗം എന്ന് പറയുന്നത് സ്വർഗം തന്നെയായിരുന്നു. പിന്നെ എന്തിനായാലും ഒരു നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ അതിനുണ്ടായിക്കണം കേട്ടോ. പക്ഷെ ഞാൻ ഇതുവരെ ഇത് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ 2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും നിങ്ങൾക്ക്. ഇതെന്തുകൊണ്ട് നീ അന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇതിപ്പോൾ അവിടെ പറയേണ്ട കാര്യം എന്താ എന്നുള്ള 2 രീതിയിലും ചോദ്യം വരും കേട്ടോ. അപ്പോൾ അതിന് 2നുള്ള മറുപടിയും കൂടി പറഞ്ഞിട്ട് ഞാൻ വീഡിയോ നിർത്താം. ഒന്ന് ഞാനന്ന് പറയാഞ്ഞത്
അത് കേൾക്കുമ്പോൾ അത്ര വലിയ സുഖമുള്ള കാര്യമല്ല. നമ്മൾ സ്നേഹിക്കണ ഒരുപാട് ആളുകളുണ്ട്. കാറ്റും മഴയും വരുമ്പോൾ അന്നു ആലോചിക്കലുണ്ട്, ഈ എന്തായി ആവോ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കണ, നമ്മൾ അത്രയും സ്നേഹിക്കണ കുറേ ആളുകളുണ്ട്. അപ്പോൾ മുന്നിൽ ഞാനിത് പറയുമ്പോൾ ഓൽക്ക് എന്നെക്കാളുള്ള വിഷമീകാരം. അപ്പം അതുകൊണ്ട് ഞാനതന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെ ഇന്ന് ഇത് വന്ന് പറയേണ്ട കാര്യം എന്താ, ഇന്നിപ്പം ഇന്നൊക്കെ അൽഹംദുലില്ലാ കഴിച്ചിലായി. നമ്മുടെ ആ ഒരു സ്വപ്നം നിറവേറി. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് കുറേ ആളുകളുടെ സഹായവും സഹകരണവും പ്രാർത്ഥനയും ഒക്കെ കൂടെ ഉണ്ട് കേട്ടോ. കൂടാതെ ഞങ്ങളെ എന്താ പറയുക, എൻ്റെയും കുഞ്ഞുട്ടിൻ്റെയും ഭയങ്കര ഹാർഡ് വർക്കും ഞങ്ങളാ ഒരു എന്താ പറയുക ഒരുപാട് എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എന്തിനും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് സേഫ് സോണിൽ നിന്നുകൊണ്ട് ഒരു കാര്യം നേടാൻ പറ്റൂല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ അത്രമാത്രം അതിനോട് ആഗ്രഹം പ്രകടിപ്പിക്കണം. ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടുന്നതാണല്ലോ. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു ആ ഒരു രീതിയിലായിത്തീരുന്നതാണ്. അപ്പം നമ്മളതിന് മാത്രം ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ പഠിച്ചവനത് നമ്മളിലേക്ക് ഏതെങ്കിലും വിധേന എത്തിച്ചേരും എന്നാണ്. ഇന്നിപ്പോൾ ഞാനേ ഈ സ്റ്റോറി ഇവിടെ വന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇതിന്നിപ്പോൾ ഒരു സഹതാപം സിമ്പതി പിടിച്ചു വെച്ച എന്നുള്ള ഉദ്ദേശമൊന്നും അല്ല കേട്ടോ. കുറേ ആളുകൾ എന്നെ പോലെ കഷ്ടപ്പെടുന്നവരുണ്ടാവും. പലരും പരാതി പറയുണ്ടാവും പഠിച്ചവനോടായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരോടായിട്ടും. ഇന്നെ മാത്രം എന്തിനാ അങ്ങനെ പഠിച്ചവൻ പരീക്ഷിക്കണത്, ഇന്നെ മാത്രം പഠിച്ചവൻ കാണില്ലേ, ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ ഉള്ള ആ ഒരു മൈൻഡിലുള്ളവരുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടാവും, ചിലപ്പോൾ നിങ്ങളെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തുകൊണ്ട് നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ കഷ്ടപ്പെട്ട് ജീവിച്ചവരുമുണ്ട്. പോലും കുറേ സ്ട്രഗിൾ ചെയ്യുമ്പോൾ പഠിച്ചോന് നമുക്ക് അതിനൊരു കയറ്റം തരും എന്നൊക്കെ ചിന്തിച്ച് സമാധാനിക്കാനും അതേപോലെ തന്നെ ക്ഷമയോടെ കാത്തിരിക്കാനൊക്കെ ഉള്ളൊരു അവസരം നമ്മൾ ഈ ഒരു കുഞ്ഞു സ്റ്റോറി കൊണ്ട് ഉണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു അനുഭവ കഥ ഇവിടെ ഷെയർ ചെയ്തത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനിയും ഞാനിതുപോലത്തെ സ്റ്റോറികളൊക്കെ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് എഴുതി അറിയിക്കൊണ്ടി കേട്ടോ. നമ്മൾ അനുഭവിച്ച കഥകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് ആർക്കെങ്കിലും ഇൻസ്പിറേഷനോ മോട്ടിവേഷനൊക്കെ ആവുമെങ്കിൽ അല്ലെങ്കിൽ ഒരു സമാധാനം ആവുമെന്നുണ്ടെങ്കിൽ ഞാൻ പറ്റുന്നതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക. വേണ്ട കേട്ടോ, നമ്മൾ എന്തും ചെയ്യൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണല്ലോ. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു സ്റ്റോറി അല്ല, ഇനിയിപ്പോൾ ഇങ്ങനെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല. ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുന്നവർക്കുണ്ടെങ്കിൽ ഓൽക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തല്ലേ ഈ വീഡിയോ. ചിലപ്പോൾ ഓൽക്കൊരു മനസ്സിന് സമാധാനം നമ്മളെ വീഡിയോ കൊണ്ട് കിട്ടുകയാണെങ്കിൽ അതായിക്കോട്ടെ. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ വെച്ച് തരാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.